കൊല്ലം അമൃതപുരിയിൽ ഗുരുപൂർണിമ ആഘോഷങ്ങൾ ഭക്തിസാന്ദ്രമായി നടന്നു. ഗുരുവിനോടുള്ള കൃതജ്ഞതയും ആത്മസമർപ്പണവും ജീവിതത്തിൽ പകർത്തേണ്ട ആത്മീയ സന്ദേശവും സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി ഭക്തർക്ക് പകർന്നു നൽകി. ആഘോഷങ്ങളുടെ ഭാഗമായി നടന്ന ധ്യാനവും ഭജനയും നാദോപാസനയും അമൃതപുരിയെ ആത്മീയ ഉത്സവാന്തരീക്ഷത്തിലേക്ക് ഉയർത്തി. രാജ്യത്തിനകത്തും വിദേശത്തു നിന്നുമായി ആയിരക്കണക്കിന് ഭക്തർ ഗുരുപൂർണിമ ആഘോഷങ്ങളിൽ പങ്കെടുത്തു. പുലർച്ചെ 3:30 ലളിതാ സഹസ്രനാമ പാരായണത്തോടെയായിരുന്നു അമൃതപുരിയിലെ ഗുരുപൂർണിമ ചടങ്ങുകൾ ആരംഭിച്ചത്. തുടർന്ന് സമൂഹ ഗണപതി ഹോമം, നവഗ്രഹ ഹോമം, ഗുരുഹോമം എന്നിവ നടന്നു. 150ഓളം സന്യാസിനിമാരുടെയും ബ്രഹ്മചാരിണിമാരുടെയും കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. മാതാ അമൃതാനന്ദമയി മഠം വൈസ് ചെയർമാനും അമ്മയുടെ പ്രഥമ ശിഷ്യനുമായ സ്വാമി അമൃത സ്വരൂപാനന്ദപുരിയുടെ സത്സംഗത്തിന് ശേഷമാണ് ഗുരുപൂർണിമ ആഘോഷങ്ങളുടെ പ്രധാന ചടങ്ങുകൾ നടന്നത്. ഗുരുപൂർണിമ ശിഷ്യന് ഗുരുവിനോടുള്ള ഹൃദയം നിറഞ്ഞ കൃതജ്ഞതയുടെയും കടപ്പാടിന്റെയും പ്രതീകമാണെന്നും അത് ചടങ്ങുകളിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ലെന്നും അമ്മ ഗുരുപൂർണിമ ദിന സന്ദേശത്തിൽ പറഞ്ഞു. ഗുരുവിനോടുള്ള ആത്മസമർപ്പണഭാവം ജീവിതത്തിലുടനീളം നിലനിൽക്കണമെന്നും അജ്ഞാനത്തിന്റെ അന്ധകാരത്തെ അകറ്റി ജ്ഞാനത്തിന്റെ പ്രകാശം പരത്തുന്ന പൂർണ്ണചന്ദ്രനാണ് ഗുരുവെന്നും അമ്മ ഓർമ്മിപ്പിച്ചു. തുടർന്ന് ധ്യാനം, ഭജന എന്നിവ അമൃതപുരിയെ ആത്മീയ ഉത്സവാന്തരീക്ഷത്തിലേക്ക് ഉയർത്തി. ശംഖനാദത്തിന്റെ മംഗളധ്വനിക്കൊപ്പം അമ്മയുടെ മക്കൾ തങ്ങളുടെ ഗുരുവിനോടുള്ള കൃതജ്ഞതയും ആത്മസമർപ്പണവും പ്രകടിപ്പിച്ചു. ആശ്രമത്തിലെ കുട്ടികളും അന്തേവാസികളും ചേർന്ന് അവതരിപ്പിച്ച നാദോപാസനയും നടന്നു. രാജ്യത്തിനകത്തും വിദേശത്തു നിന്നുമായി ആയിരക്കണക്കിന് ഭക്തരാണ് ഗുരുപൂർണിമ ആഘോഷങ്ങളിൽ പങ്കെടുത്തത്. മനസ്സിലെ അജ്ഞത അകറ്റി ആത്മജ്ഞാനത്തിന്റെ വെളിച്ചം പകരാൻ ഗുരുകൃപ അനിവാര്യമാണെന്ന ആത്മീയ സന്ദേശത്തോടെയാണ് ഇത്തവണത്തെ ഗുരുപൂർണിമ ആഘോഷങ്ങൾ അമൃതപുരിയിൽ സമാപിച്ചത്. അമൃത ന്യൂസ്, കൊല്ലം.